CPM അക്രമത്തിൽ പരിക്കേറ്റ ദലിത് പെൺകുട്ടികളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച സംഭവം വിവാദമാകുന്നു. CPM ഓഫീസിൽ കയറി പ്രവർത്തകരെ ആക്രമിച്ചെന്നാരോപിച്ചാണ് പെൺകുട്ടികളെ അറസ്റ്റ് ചെയ്തത്. ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിയാണ് തലശ്ശേരി പോലീസിന്റെ നടപടി. തലശ്ശേരി കുട്ടിമാക്കൂലിലെ അഖില, അഞ്ജന എന്നിവരെയാണ് കണ്ണൂർ മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയ KPC പ്രസിഡന്റ് VM സുധീരൻ അടക്കമുള്ള 70 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി സുനിൽ ഐസക് ചേരുന്നു. സുനിൽ, എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ? CPMന്റെ വിശദീകരണം എന്താണ്? സനീഷ്, സംഭവത്തിനെതിരെ പൊതുസമൂഹത്തിൽ നിന്ന് വലിയ തോതിലുള്ള പ്രതിഷേധം ഉയർന്നു തുടങ്ങിയിരിക്കുന്നു. കോൺഗ്രസിന്റെ നേതാക്കളടക്കം അല്ലെങ്കിൽ ദളിത് സംഘടനകളടക്കമുള്ള ആളുകൾ വലിയ തോതിലുള്ള പ്രതിഷേധവുമായി രംഗത്തെത്തി കഴിഞ്ഞിരിക്കുന്നു. ഇക്കഴിഞ്ഞ 11-ാം തീയതിയായിരുന്നു സംഭവങ്ങളുടെ ഒരു തുടക്കം എന്ന് പറയാവുന്നത്. ഈ പുതിയ സംഭവ വികാസങ്ങളുടെ തുടക്കം ഈ കുട്ടിമാക്കൂരിലെ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി കൂടിയായ കുനിയിൽ രാജന്റെ വീടിന് നേരെ ഒരു സംഘം CPM പ്രവർത്തകർ ആക്രമണം നടത്തുന്നു. രാജനും രാജന്റെ 2 പെൺകുട്ടികൾക്കും അഖിലയ്ക്കും അഞ്ജനയ്ക്കും ഈ സംഭവത്തിൽ പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇതിന് കാരണമായി പറഞ്ഞ അല്ലെങ്കിൽ ഇതിനൊരു പ്രകോപനം ഉണ്ടാക്കാനുള്ള കാരണമായി പറഞ്ഞ സംഭവം ഇവരെ സ്ഥിരമായി ഈ കുട്ടിമാക്കൂരിലെ ഒരു പീടികയ്ക്ക് മുകളിലിരുന്ന് ഉള്ള ഒരു പാർട്ടി ഓഫീസിലിരുന്ന് CPMന്റെ പ്രവർത്തകർ സ്ഥിരമായി ഇവരെ ജാതിപ്പേര് വിളിച്ച് കളിയാക്കിയിരുന്നു. ഈ സംഭവം നടന്ന അന്ന് രാവിലെയും ഈ പെൺകുട്ടികൾക്ക് നേരെ ഇത്തരത്തിൽ ജാതിപ്പേര് വിളിച്ച് അധിക്ഷേപിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. ഈ പാർട്ടി ഓഫീസിൽ മുകളിൽ കയറി ചെന്ന് ഈ പാർട്ടി പ്രവർത്തകരോട് ഈ കാര്യം ഇവർ ആരാഞ്ഞു, അല്ലെങ്കിൽ ഇതിനെ ചോദ്യം ചെയ്തു. ഇതിനെ തുടർന്നാണ് ഇവർക്ക് നേരെ അക്രമം ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത്. എന്തായാലും പാർട്ടി ഓഫീസിൽ അതിക്രമിച്ച് കയറിയെന്നും തങ്ങളെ ആക്രമിച്ചെന്നും കാണിച്ച് CPM പ്രവർത്തകർ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. ഒപ്പം ഇവരും ഈ അക്രമ സംഭവവുമായി ബന്ധപ്പെട്ട് ഇവരും പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു. എന്തായാലും ദളിത് പീഡന നിയമപ്രകാരം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 7 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. CPM പ്രവർത്തകർക്കെതിരെ ഇതിൽ 2 പേർ റിമാൻഡിലാണ്. ഒപ്പം ഇന്നലെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വിശദമായ മൊഴിയെടുക്കാൻ എന്ന പേരിൽ പോലീസ് ഈ 2 പെൺകുട്ടികളെയും അഖിലയുടെ 1.5 വയസ്സുള്ള കൈക്കുഞ്ഞടക്കം പോലീസ് സ്റ്റേഷനിൽ, തലശ്ശേരി സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി. തുടർന്ന് CPM നൽകിയ ആ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി എന്നാണ് ഇവരുടെ ആക്ഷേപം. എന്തായാലും ഇവർക്കെതിരെ 2 പ്രധാനപ്പെട്ട വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. ഒന്ന് ഭവനഭേദനം, മറ്റൊരു വകുപ്പ് മാരകായുധങ്ങളുമായി ആക്രമിച്ച് പരിക്കേൽപ്പിക്കൽ. ഈ 2 വകുപ്പും ജാമ്യം കിട്ടാത്ത വകുപ്പാണ്. ഈ വകുപ്പ് ചേർത്താണ് ഇന്നലെ ഇവരെ 3 മണിയോടുകൂടി കണ്ണൂർ മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ ഹാജരാക്കിയത്. തുടർന്ന് ഈ കുഞ്ഞിനെ അടക്കം കോടതി റിമാൻഡ് ചെയ്യുകയും തുടർന്ന് ഇവരിപ്പോൾ കണ്ണൂർ വനിതാ ജയിലിലാണ് ഉള്ളത്. സംഭവത്തിൽ ഇന്ന് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ പെൺകുട്ടിയുടെ അച്ഛൻ രാജൻ ഇന്ന് തലശ്ശേരി കോടതി മുമ്പാകെ ജാമ്യ ഹർജി മൂവ് ചെയ്യുന്നുണ്ട്. ഒപ്പം ഇതിനെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധ പരിപാടി. കൂടുതൽ വിവരങ്ങൾ ആവശ്യമുണ്ട്. തിരിച്ചു വരാം താങ്കളിലേക്ക്. ഇപ്പോൾ തലശ്ശേരി MLA CPM നേതാവ് ശ്രീ AN ഷംസീർ ടെലിഫോൺ ലൈനുണ്ട്. ഒപ്പം മുൻ കണ്ണൂർ ജില്ലാ DCC പ്രസിഡന്റ് ശ്രീ P രാമകൃഷ്ണൻ നമ്മോടൊപ്പം ചേരും. ആദ്യം ശ്രീ P രാമകൃഷ്ണനിലേക്ക്. ശ്രീ P രാമകൃഷ്ണൻ, എന്തുകൊണ്ടാണ് ഇത്തരമൊരു സംഭവം ഉണ്ടാകുന്നത്? ഇമ്മട്ടിൽ 2 പെൺകുട്ടികളെ വേട്ടയാടാൻ മാത്രം, അല്ലെങ്കിൽ ബുദ്ധിമുട്ടിക്കാൻ മാത്രം എന്ത് ധൈര്യമാണ് CPMനുള്ളത്? ദളിത് വിരോധ മനോഭാവമാണ് ഇതിന്റെ പിറകിലുള്ളത്. ഏതെല്ലാം കാലത്ത് CPM കേരളം ഭരിച്ചിട്ടുണ്ടോ, അത് CPMന് മുൻപ് 1957 EM ശങ്കരമുതിരിപ്പാട് ഭരിക്കുമ്പോഴും ദളിത് വിരുദ്ധ പ്രവർത്തനമായിരുന്നു നടന്നത്. കാട്ടാമ്പള്ളിയിൽ പാവപ്പെട്ട ദളിത് കുടുംബങ്ങളെ കുടിയിറക്കിയ സംഭവം ഉൾപ്പെടെ, കീഴ്പള്ളിയിൽ ആദിവാസി കുടുംബങ്ങളെ കുടിയിറക്കിയത് ഉൾപ്പെടെ എല്ലാ കാലത്തും ദളിത് സമൂഹത്തിനെതിരെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിശക്തമായ എതിർപ്പുകളും അധിക്ഷേപങ്ങളും എല്ലാം നടത്തിയിട്ടുണ്ട്. അതിന്റെ ഒരു തുടർച്ചയാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ നാടായ തലശ്ശേരി ഉണ്ടായിരിക്കുന്നത്. ഇവിടെ 2 പെൺകുട്ടികൾ, അഖില, അഞ്ജന, ദളിത് പെൺകുട്ടികൾ, കോൺഗ്രസ് നേതാവ് രാജന്റെ മക്കളാണ്. അവര് രാജൻ അവിടെ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. ആ എതിർ സ്ഥാനാർത്ഥി കൊലക്കേസ് പ്രതിയായ കാരായി ചന്ദ്രശേഖരനെതിരായിട്ടാണ് മത്സരിച്ചത്. സ്വാഭാവികമായി അവിടെ തോറ്റതിന് ശേഷം നിരന്തരമായി രാജനെ പീഡിപ്പിക്കുകയായിരുന്നു. രാജന് വഴി നടക്കാൻ പറ്റില്ല, ഭീഷണിപ്പെടുത്തുക, അദ്ദേഹത്തെ ആക്രമിക്കുക, അങ്ങനെ തുടങ്ങിയ നിരന്തരമായ സംഭവങ്ങൾ ഉണ്ടായി. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷവും രാജനെതിരെ അക്രമം ഉണ്ടായി. രാജന്റെ വീട്ടിൽ വെച്ച് പഴയ കാറ് മാർക്സിസ്റ്റുകാർ നശിപ്പിച്ചു. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോൾ രാജൻ വീട്ടിൽ കിടക്കുന്ന സമയത്താണ് രാജന് കാപ്പി കുടിക്കാൻ, പലഹാരം വാങ്ങാൻ വേണ്ടി 2 പെൺകുട്ടികൾ ചായപ്പള്ളിയിലേക്ക് പോകുന്നത്. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫീസിന്റെ മുൻപിലൂടെയാണ് കുട്ടികൾ നടക്കേണ്ടിയിരുന്നത്.
സത്യം പറഞ്ഞാൽ എന്തൊരു ഭീകരമായ വിധത്തിലാണ് ആ പെൺകുട്ടികളെ അവർ വളരെ ആഭാസകരമായ രീതിയിൽ ലൈംഗിക ആഭാസം നടത്തിയതാണ് കുട്ടികളുടെ ആക്ഷേപം. വളരെ മോശമായ രീതിയിൽ പെരുമാറി, ജാതി പേര് പറഞ്ഞ് വിളിച്ച് ആക്ഷേപിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ആ പെൺകുട്ടികൾ ധീരമായിട്ട് നിർഭയമായി മറ്റാരും ചെയ്യാത്ത വിധത്തിൽ, ഒരു പെൺകുട്ടിയും കാണിക്കാത്ത വിധത്തിൽ അതിനെപ്പറ്റി ചോദിക്കാൻ വേണ്ടി മാർക്സിസ്റ്റ് പാർട്ടി ഓഫീസിലേക്ക് കയറാൻ ശ്രമിച്ചു. അതിനിടയിൽ അവിടെ ഈ അക്രമികൾ എന്ന് പറയുന്നവർ കൊലക്കേസ് പ്രതികൾ ഉൾപ്പെടെയുള്ളവരാ. ഉമ്മൻചാണ്ടിയെ കല്ലെറിഞ്ഞ കേസിലെ പ്രതിയാണ്. അങ്ങനെയുള്ള പക്കാ ക്രിമിനലുകൾ, പക്കാ തെമ്മാടികൾ, ആ തെമ്മാടികൾ, തടിമിടുക്കുന്ന തെമ്മാടികളെ 2 കൊഴുന്ത് പെൺകുട്ടികൾ ആക്രമിച്ചു എന്ന പോലീസിന്റെ കള്ളക്കേസ് നിങ്ങൾ ആലോചിക്കുക. അവരൊന്നും ചെയ്തില്ല. അവർ ചോദിച്ചു, എന്തിനാണ് ഞങ്ങൾ ഇങ്ങനെ ആക്ഷേപിക്കുന്നത്, എന്തിനാണ് ഞങ്ങളുടെ അച്ഛനെ ആക്രമിച്ചത്? അത് ചോദിക്കാൻ പാടില്ലേ? അത് ചോദിച്ച് തെറ്റാണോ? അതല്ല ദളിതർക്ക് അത് ചോദിക്കാൻ അവകാശമില്ല എന്നാണോ? രാമകൃഷ്ണൻ, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ എൻ ഷംസീർ കൂടെയുണ്ട്. ശ്രീ എൻ ഷംസീർ, എന്താണ് CPM-ന്റെ വിശദീകരണം? നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ദളിത് സ്ത്രീകളായിട്ടുള്ള ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന നിലയിലേക്ക്, അതും മുഖ്യമന്ത്രിയുടെ നാട്ടിൽ തന്നെ, താങ്കളുടെ പാർട്ടി എത്തിച്ചേരുന്നത്? ദളിതുകളോട് എല്ലാ കാലത്തും അവരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും അവർക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്ത പ്രസ്ഥാനമാണ് CPI-യും LDF-ഉം. LDF ഭരിച്ച ഘട്ടത്തിൽ അവർക്ക് ആവശ്യമായ ആനുകൂല്യങ്ങൾ നൽകിയിട്ടുമുണ്ട്. ഇവിടെ വീട്ടിൽ കയറി അക്രമം നടത്തി പരിക്കേൽപ്പിച്ചാൽ ദളിതുകളാണ് എന്നുള്ളത് കൊണ്ട് റിമാൻഡ് ചെയ്യാൻ പാടില്ല എന്നുള്ള നിയമത്തിൽ വല്ല അളവുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഓൾ ആർ ഈക്വൽ ഇൻ ദ ഐസ് ഓഫ് ലോ എന്നാണ് ഞാൻ നിയമത്തിൽ പഠിച്ചത്. പി രാമകൃഷ്ണൻ പറയുന്നത് പോലെ തന്നെ എങ്കിൽ ദളിതുകളെ കൊണ്ട് അക്രമം നടത്തിച്ചാൽ പോരെ? ഏതെങ്കിലും SC ST വിഭാഗത്തിൽപ്പെട്ട ആളുകളെ വിലക്കെടുത്ത് ആളെ കൊല്ലിച്ചാൽ പോരെ? അങ്ങനെയെങ്കിൽ ആക്രമണം നടത്തിയാൽ പോരെ? ഇവിടെ ഉണ്ടായിരിക്കുന്നത് തീർത്തും നിർഭാഗ്യ സംഭവം. കുട്ടികൾ ബോധം, ഞാൻ ചോദിക്കുന്നു, ഇവിടെ ഇപ്പൊ പി രാമകൃഷ്ണൻ പറഞ്ഞൊരു കാര്യം, എന്നാ മത്സരിച്ച സ്ഥാനാർത്ഥികളെല്ലാം ഞങ്ങൾ ആക്രമിക്കുന്നു എന്നാണ്. ഞാൻ ചോദിച്ചോട്ടെ, അങ്ങനെയെങ്കിൽ കോൺഗ്രസിന്റെ 10-30 ആളുകൾ മുനിസിപ്പാലിറ്റിയിൽ മത്സരിച്ചല്ലോ, അവരാരെങ്കിലും ആക്രമിക്കപ്പെട്ടോ? ഇപ്പൊ പി രാമകൃഷ്ണനെ പോലുള്ള കോൺഗ്രസിന്റെ തലമുതിർന്ന നേതാവ് ചാനലിനകത്ത് വന്ന് സംസാരിക്കുമ്പം ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ സംസാരിക്കണം. 52 വാർഡുണ്ട് തലശ്ശേരി മുനിസിപ്പാലിറ്റി. ആ 52 വാർഡിൽ 30-ലേറെ സീറ്റിൽ മത്സരിച്ച പാർട്ടി കോൺഗ്രസ് ആണ്. ഈ 30-ലേറെ മത്സരിച്ച സീറ്റിൽ മത്സരിച്ച കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥി പോലും ആക്രമിക്കപ്പെട്ടിട്ടില്ലല്ലോ. ഒരു നിമിഷം ശ്രീ ഷംസീർ, അതായത് 2 പെൺകുട്ടികൾ CPM-ന്റെ പാർട്ടി ഓഫീസിനകത്തേക്ക് കയറി ചെല്ലുക, വാക്ക് തർക്കമുണ്ടാവുക, അവരെ ആക്രമിക്കുക എന്നാണല്ലോ പോലീസിന്റെ കേസ്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. 2 പെൺകുട്ടികൾ CPM ഓഫീസിനകത്തേക്ക് കയറി ചെന്ന് ആക്രമിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ശബ്ദമുയർത്തി സംസാരിക്കണമെങ്കിൽ, അവർക്കെതിരായിട്ടുള്ള അത്രമേൽ സഹിക്കാനാകാത്ത വിധത്തിലുള്ള അപമാനിക്കലുകൾ ഉണ്ടായിട്ടുണ്ടാകണം എന്നത് ഉറപ്പാണല്ലോ. അല്ലെങ്കിൽ ഈ 2 പെൺകുട്ടികൾ പാർട്ടി ഓഫീസിനകത്തേക്ക് കയറി ചെല്ലുക, ബഹളമുണ്ടാക്കുക എന്നത് സാധാരണഗതിയിൽ സംഭവ്യമായതല്ലല്ലോ. അതുകൊണ്ട് എന്തുകൊണ്ടാണ് താങ്കൾ അക്കാര്യം പറയാത്തത്? താങ്കളുടെ പാർട്ടിക്കാരായിട്ടുള്ള ആളുകൾ ആ ഓഫീസിനകത്ത് നിന്ന് ഇവർക്കെതിരെ നിരന്തരം അധിക്ഷേപം ഉയർത്തിയിരുന്നു എന്ന പി രാമകൃഷ്ണന്റെ ആക്ഷേപം ശരിയല്ല എന്നെങ്ങനെയാണ് സ്ഥാപിക്കുക? സ്ത്രീകൾക്ക് നേരെ അക്രമം നടത്തുകയും സ്ത്രീകളെ അശ്ലീലം ചോയോടുകൂടി സംസാരിക്കുന്ന രീതി CPM-ന്റെ രീതിയല്ല. അതൊക്കെ കേരളം കണ്ടതാണ്. നിലമ്പൂരിലെ കോൺഗ്രസ് ഓഫീസിൽ രാധ എന്ന് പറയുന്ന അടിച്ചുതളിക്കാരിയെ ചാക്കിൽ കെട്ടിത്തൂക്കിയ പാർട്ടിക്കാരാണ്. ഞങ്ങൾ സ്ത്രീകളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നവരാണ്. ഇവിടെ എന്തുകൊണ്ടാണ് ആ സ്ത്രീകൾ അങ്ങനെ പെരുമാറുന്നത് അതൊന്നും ഞാൻ TV-യിൽ പറയില്ല. അതൊക്കെ നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ട കാര്യങ്ങളാണ്. അങ്ങനെയൊന്നും സ്ത്രീകളെ കുറിച്ചൊന്നും TV-യിൽ പറയാൻ പാടില്ല എന്നതും ഞാൻ ആ ഭാഗമൊന്നും പറയില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, ഓഫീസിനകത്ത് കയറി ആക്രമിച്ചിരിക്കുന്നു. ഓഫീസിനകത്തിരുന്ന്, പാർട്ടി ഓഫീസിനകത്തിരുന്ന് സംസാരിക്കുന്ന പാർട്ടി സഖാക്കളെയാണ് പട്ടിയെ കഷ്ണം കൊണ്ടുവന്ന് 2 സ്ത്രീകൾ തല്ലിയിരിക്കുന്നത്. അതൊരു ശരിയാണോ എന്ന് കോൺഗ്രസ് ചർച്ച ചെയ്യണം. അക്രമം ആര് നടത്തിയാലും തെറ്റാണ്. അതിക്രമിച്ച് കടക്കുക, സംഘം ചേർന്ന് അതിക്രമിച്ച് കടക്കുക, അക്രമം നടത്തുക നോൺ വൈലബിൾ ഒഫൻസ് ആണ്. ആ നോൺ വൈലബിൾ ഒഫൻസിനകത്ത് എല്ലാവരും തുല്യരാണ്. ഞാൻ MLA പ്രസിഡന്റ് ആയാലും ശരി, MLA ആയാലും ശരി, സാധാരണ ജനങ്ങളായാലും ശരി, നോൺ വൈലബിൾ ഒഫൻസിൽ പെട്ടാൽ റിമാൻഡ് ചെയ്യപ്പെടും എന്നുള്ളത് നിയമമാണ്. ആ നിയമത്തിന്റെ ഭാഗമാണ് ഇവർ അറസ്റ്റ് ചെയ്യപ്പെട്ടത്. അതിനെ നിങ്ങൾ വേറെ കളർ കൊടുത്തുകൊണ്ട്, ദളിതുകൾ ആക്രമിച്ചു എന്നൊക്കെ രീതിയിൽ കളർ കൊടുത്തുകൊണ്ട് അതിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന രീതി ശരിയല്ല. ഞാൻ തിരിച്ചു വരാം. ശ്രീ ഷംസീർ, താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ സണ്ണി എം കബിക്കാട് കൂടെ നമ്മോടൊപ്പം ചേർന്നു. ശ്രീ സണ്ണി എം കബിക്കാട്, ഈ പെൺകുട്ടികളെ ആക്ഷേപിച്ച 8 പേരിൽ 2 പേരെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ ആ CPM പ്രവർത്തകർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് എന്നർത്ഥം. ശ്രീ ഷംസീർ പറയുന്നത് പോലെ ഇത് ഓഫീസിനകത്ത് കടന്നു കയറിയിട്ട് ഏതോ തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്, സംഘർഷം ഉണ്ടായിട്ടുണ്ട്, പ്രശ്നമുണ്ടായിട്ടുണ്ട് എന്നത് വസ്തുതയാണ്. അതിന്മേൽ നിയമം അതിൻ്റെ സ്വാഭാവികമായ നടപടികൾ സ്വീകരിക്കുന്നതിനെ എന്തിനാണ് എതിർക്കേണ്ടത്? ഇതിനകത്തുള്ളൊരു പ്രോബ്ലം, പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പെൺകുട്ടികൾ CPIM-ന്റെ ഓഫീസിനകത്ത് കയറി സംസാരിക്കണമെങ്കിൽ ഗുരുതരമായ ഒരു പ്രശ്നം അങ്ങോട്ട് സംഭവിച്ചിട്ടുണ്ടെന്നാണ് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. അതുകൊണ്ട് നിയമം അതിന്റെ സ്വാഭാവിക നടപടിക്രമങ്ങൾ നടത്തുന്നു എന്നുള്ള നിലക്കല്ല അതിനെ കാണേണ്ടത്. മറിച്ച് അവിടെ യഥാർത്ഥം സംഭവിച്ച കാര്യത്തെക്കുറിച്ച് ഗൗരവമായ ഒരു അന്വേഷണമാണ് നടക്കേണ്ടത്.
അതുകൊണ്ട് ദലിത് പെൺകുട്ടികൾ CPM ഓഫീസ് ആക്രമിച്ചു എന്നുള്ള നിലക്കുള്ള പരിഭാഷ നമ്മൾ നിർത്തിവെക്കേണ്ടതാണ്. യഥാർത്ഥം സംഭവിച്ച കാര്യം എന്തെന്ന് കുറിച്ച് ഗൗരവമായി അന്വേഷിക്കണം. പിന്നെ ഈ നോൺ ബെയിലബിൾ ഒഫൻസ് എന്നൊക്കെ പറഞ്ഞത് പോലീസ് തീരുമാനിക്കുന്ന കാര്യമാണ്. ഇക്കാര്യത്തിൽ ഭരണാധികാരികളുടെ ഇടപെടലുണ്ടോയെന്ന് നമ്മൾ സംശയിക്കേണ്ടി വരും. കാരണം ഇടതുപക്ഷം ഭരിക്കുന്ന ഒരു ഘട്ടമാണ്. അപ്പോൾ പോലീസ് നോൺ ബെയിലബിൾ ആണ്, അതുകൊണ്ട് അവരെ റിമാൻഡ് ചെയ്തു എന്നുള്ള സ്വാഭാവികമായ ഒരു കാര്യമല്ല അവിടെ നടന്നത്. അതിൽ തീർച്ചയായും ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടി എന്ന നിലക്ക് CPM അത് പുനഃപരിശോധിക്കണം. അവിടെ എന്താണ് സംഭവിച്ചെന്ന കാര്യത്തിൽ ഗൗരവമായി അന്വേഷിക്കുകയും പുനഃപരിശോധിക്കുകയാണ് ചെയ്യേണ്ടത്. അതല്ലാതെ ദളിത് പെൺകുട്ടികൾ കയറി അക്രമം കാണിച്ചു എന്നുള്ള തരത്തിലൊക്കെ കാര്യങ്ങൾ പറയും. കേരളത്തിലങ്ങനെ സംഭവിക്കില്ല. നമുക്ക് അറിയാം, ഒരു പാർട്ടി ഓഫീസിൽ കയറി വെറുതെ ഒരു കാര്യവുമില്ലാതെ ആരും കയറി വെറുതെ അക്രമം കാണിക്കില്ല എന്നതൊരു വസ്തുതയായിരിക്കെ ഈ പെൺകുട്ടികൾ വെറുതെ കയറി CPM ഓഫീസിൽ കയറി അതിക്രമം കാണിച്ചു എന്നൊക്കെ പറയുന്നത് കേരളം വിശ്വസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് അത് ഗൗരവമായി അന്വേഷിക്കണം. പോലീസിന്റെ പക്ഷത്തു നിന്നുള്ള വീഴ്ചകളും പരിശോധിക്കേണ്ടി വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശ്രീ എൻ ഷംസീർ, താങ്കൾക്ക് നന്നായിട്ട് അറിയാവുന്ന സ്ഥലങ്ങളാണല്ലോ ഇതെല്ലാം. ഈ കുട്ടിമാക്കൂലൊക്കെ CPMന്റെ കേന്ദ്രം തന്നെയാണല്ലോ. അവിടെ 2 പെൺകുട്ടികൾ അങ്ങോട്ട് കയറി ചെന്ന് ഓഫീസിനകത്ത് ഇരിക്കുന്ന പാർട്ടി പ്രവർത്തകരെ ആക്രമിക്കുക എന്നതൊക്കെ പറഞ്ഞാൽ അസംഭവ്യമാണ് എന്ന് ഈ ഘട്ടത്തിൽ മറ്റു കാര്യങ്ങൾ പരിശോധിക്കാതെ തന്നെ പറയാവുന്ന അവസ്ഥയുണ്ട്. ഇപ്പോൾ ശ്രീ സണ്ണി എം കബിക്കാട് ചൂണ്ടിക്കാണിച്ചതുപോലെ ഇടത് സർക്കാർ ഭരിക്കുന്ന ഘട്ടമാണ്, മുഖ്യമന്ത്രിയുടെ തന്നെ സ്ഥലമാണ്, CPMന് വലിയ ആധിപത്യമുള്ള കേന്ദ്രമാണ്. അവിടെ നിന്നും ഈ 2 പെൺകുട്ടികളെ ഇമ്മട്ടിൽ കൈകാര്യം ചെയ്തിരിക്കുന്നു എന്ന് വരുന്നത് സ്വാഭാവികമായും കുറെ കൂടെ വിശദീകരണം അർഹിക്കുന്ന കാര്യമാണ്. ഈ തരത്തിലുള്ള അന്വേഷണം നടത്തിയിട്ടുണ്ടോ പാർട്ടി അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആളുകൾ? ഇത്തരത്തിലുള്ള കേസ് നടക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നതെന്ന് സംബന്ധിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള വിശദീകരണങ്ങൾ, വിവരങ്ങൾ തേടിയിട്ടുണ്ടോ? ഈ അക്രമം നടക്കുന്നതും അക്രമത്തെ എല്ലാം കാസ്റ്റ് കാർഡ് കൊടുത്ത് നേരിടുന്ന രീതി ശരിയല്ല. ദളിതുകൾ എന്നൊക്കെ പറഞ്ഞ ആക്ഷേപിക്കുന്ന രീതിയല്ല. ദളിതല്ലാത്തതിന് ഉന്നതജാതിക്കാരൻ ആഫീസുകാരെ ആക്രമിച്ചാലും റിമാൻഡ് ചെയ്യപ്പെടും. അത് നിയമമാണ്. അപ്പൊ തെറ്റായ രീതിയിലുള്ള പ്രവണതകൾ ഉണ്ടാവുന്നു. ആ തെറ്റായ രീതിയിൽ ഓഫീസിനകത്ത് അതിക്രമിച്ച് കയറിയാൽ, MLA അതിക്രമിച്ച് കയറിയാൽ MLA റിമാൻഡ് ചെയ്യപ്പെടും. പണ്ഡിതനും പാമരനും എല്ലാം നിയമത്തിന് മുന്നിൽ സമന്മാരാണ്. പക്ഷെ അവിടെയാണ് പ്രശ്നം. അവിടുത്തെ ഒരു പ്രശ്നം ശ്രീ സണ്ണി എം കബിക്കാട് ചൂണ്ടിക്കാണിക്കുന്നു, ശ്രീ P രാമകൃഷ്ണൻ ചൂണ്ടിക്കാണിക്കുന്നു. പൊതുസമൂഹത്തിന്റെ ഭാഗമായി നോക്കുമ്പോഴൊക്കെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 2 പെൺകുട്ടികൾ അതുപോലൊരു സ്ഥലത്ത് ഒരു പാർട്ടി, അവിടെ ആധിപത്യമുള്ള ഒരു പാർട്ടിയുടെ ഓഫീസിനകത്തേക്ക് കയറി ചെല്ലുക, ആക്രമണം നടത്തുക, അവരെ ചീത്ത വിളിക്കുക എന്നത് ഏതോ തരത്തിൽ സംഭവ്യമല്ല എന്നൊരു തോന്നലുണ്ട് പുറത്തു നിന്ന് നോക്കുമ്പോൾ. എന്തായാലും അത് അങ്ങനെ സംഭവിക്കാനിടയില്ലല്ലോ. 2 പെൺകുട്ടികൾ ചെന്ന് പാർട്ടിക്കാരെ അങ്ങോട്ട് തല്ലുക എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അവർ അത്രമേൽ പ്രകോപിതരും അത്രക്ക് ബുദ്ധിമുട്ടിക്കപ്പെട്ട അവസ്ഥയിലുമായിരിക്കണം. അല്ലെങ്കിൽ അങ്ങനെ നടന്നിട്ടുണ്ടാവുകയില്ല. ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾ ആ പ്രദേശത്ത് അന്വേഷിക്കപ്പോ കാര്യങ്ങൾ അന്വേഷണം നടക്കട്ടെ. അവിടെ നിരവധി കോൺഗ്രസ്സുകാർ ജീവിക്കുന്നുണ്ടല്ലോ. അവിടെ കോൺഗ്രസിന് 100-400 വോട്ടുണ്ടല്ലോ. എന്ത് ഈ 400 വോട്ടുകളെടുത്ത് ഇവർ മാത്രം ഇങ്ങനെ പ്രശ്നം വരുന്നത്? അപ്പോ ഇവരെന്തോ ഒരു വിഷയമുണ്ട്, ഇവർക്കെന്തോ ചില കുഴപ്പങ്ങളുണ്ട്. ആ കുഴപ്പങ്ങൾ കൂടി കണ്ടെത്തണം. അല്ലാതെ ഏകപക്ഷീയമായി CPM ആണ് എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം എന്ന രീതിയിലേക്കുള്ള ഒരു നിഗമനത്തിലെത്തരുത്. ശ്രീ രാമകൃഷ്ണൻ കൂടെ വരാം താങ്കളിലേക്ക്. ശ്രീ P രാമകൃഷ്ണൻ, അതൊരു വസ്തുതയാണ്, അത് പരിഗണിക്കപ്പെടേണ്ട സംഗതിയാണ്. അവിടെ CPMന് ആധിപത്യമുള്ള സ്ഥലമാണ്, ശരിയൊക്കെ ആയിരിക്കാം. പക്ഷേ അവിടെ കോൺഗ്രസ് കുടുംബങ്ങൾ ഒരുപാട് വേറെയുമുണ്ട്. എന്തുകൊണ്ടാണ് ഇവർക്കെതിരെ മാത്രം ഈ കേസുണ്ടാവുന്നത് എന്ന് ഷംസീർ മുന്നോട്ട് വെക്കുന്ന വസ്തുതയെ പരിശോധിക്കേണ്ടതല്ലേ? എന്തെങ്കിലും കുഴപ്പം താങ്കളുടെ പാർട്ടിക്കാരായിട്ടുള്ള ഈ 2 കുട്ടികളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടോ? ഞാൻ ആദ്യം പറഞ്ഞല്ലോ, മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലെ അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്ന ഒരു പാർട്ടി ഭൂമി മലയാളത്തിൽ വേറെയുണ്ടോ? അവിടെ പ്രശ്നം കാരായി ചന്ദ്രസേനയെ എതിർത്തുന്നതാ. കാരായി ചന്ദ്രസേന എതിർത്താരെ ഒരു ദളിതനാണ്. അപ്പോ അതാണ് അവർക്ക് പ്രശ്നം. കാരായി ചന്ദ്രസേന പോലെയുള്ള അവരുടെ ഏറ്റവും വലിയ കൊലയാളി, ആ കൊലയാളിയെ എതിർക്കാൻ ആരടാ നീ എന്നാണ് ധാർഷ്ട്യം. അതിന്റെ ഭാഗമായിട്ടാണ് രാജനെ ആക്രമിച്ചത്. ഇവിടെ വേറൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ. ഇപ്പം ഷംസീർ പറഞ്ഞല്ലോ, ഇവരവിടെ കയറി 2 പട്ടിക കസരത്ത് ആക്രമിച്ചു എന്നാ പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, മാർക്സിസ്റ്റ് പാർട്ടി അവിടെ ഇത്രയും ദുർബലരാണോ? ഇനി അഥവാ ആ കുട്ടികളുടെ ഹൃദയം ഇത്രമാത്രം പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ? ഷംസീർ സമ്മതിക്കുകയാണ്. ഞാൻ ചോദിക്കുന്നത്, ജിഷയെ എന്തിനാ കൊന്നത്? ജിഷയെ കൊന്നത് ഈ പറയുന്ന കൊലയാളി ജിഷയെ ലൈംഗികാഭാസം കാണിച്ചു. അതിനെ ജിഷ ചോദ്യം ചെയ്തു. അതുമായി ബന്ധപ്പെട്ടുള്ള സ്ഥിരീകരണമൊന്നും വന്നിട്ടില്ല ശ്രീ P രാമകൃഷ്ണൻ. അതുമായി ബന്ധപ്പെട്ടുള്ള സ്ഥിരീകരണങ്ങളൊന്നും വന്നിട്ടില്ല. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ സണ്ണി എം കബിക്കാട്, ഇതിനകത്ത് തിരുത്തപ്പെടേണ്ടത് ഏതിടങ്ങളിലാണ്? എന്താണ് പൊതുസമൂഹം സ്വീകരിക്കേണ്ട നിലപാട്? പൊതുപ്രവർത്തകർ ഇത്തരം കാര്യങ്ങളിൽ പൊതുപ്രവർത്തകർ ഈ പോലീസ് ഭാഷയിൽ സംസാരിക്കുന്നത് തന്നെ നിർത്തണം എന്നാണ് ഞാൻ പറയുന്നത്. നമ്മളൊരു നാട്ടിൽ അസംഭാവ്യമായൊരു കാര്യമാണ് നടന്നിരിക്കുന്നത്. സാധാരണക്കാരായ 2 ദളിത് പെൺകുട്ടികൾ പാർട്ടി ഓഫീസ് ആക്രമിച്ചു എന്ന ഒരു കഥയുടെ ഭാഗമായിട്ട് ആ കുട്ടികൾ റിമാൻഡിലാണ്.
ഈ കാര്യത്തെ ഗൗരവമായി സമീപിക്കാനും നീതി ഉറപ്പാക്കേണ്ടതിന് പകരം നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്ന തരത്തിലുള്ള ഒരു പോലീസ് ഭാഷ്യമല്ല ഇവിടെ വേണ്ടത്. മറിച്ച് എനിക്ക് തോന്നുന്ന ഒരു കാര്യം, മുഖ്യമന്ത്രിയുടെ നാട്ടിൽ പാർട്ടിക്ക് വളരെ വലിയ സ്വാധീനമുള്ള ഒരു സ്ഥലത്ത് യഥാർത്ഥത്തിൽ ഒരു കഥ മെനയാണോ എന്ന് സംശയിക്കേണ്ടി വരും. ഇപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഇത്ര ഒരു കാര്യമേ ഒരുപക്ഷെ നടന്നിട്ടുണ്ടാവില്ല. മറ്റെന്തെങ്കിലും ഒരു സാഹചര്യത്തിലായിരിക്കും ഈ പോലീസ് നടപടി ഉണ്ടായിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഇവരുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് പോലീസ് ഭാഷയല്ല നമുക്ക് വേണ്ടത്, മറിച്ച് ഈ കുട്ടികൾ അവിടെ കയറി അക്രമം കാണിച്ചു എന്ന ഒരു സാഹചര്യത്തെ ഗൗരവമായി എടുക്കുകയും അത് പരിശോധിക്കുകയും എന്താണ് അവിടെ സംഭവിച്ചതിനെ കുറിച്ച് വ്യക്തമായ വിവരങ്ങളാണ് പുറത്തു വരേണ്ടത്. തീർച്ചയായും വളരെ വളരെ നന്ദി ശ്രീ സണ്ണി എം കബിക്കാട് ഞങ്ങളോട് സംസാരിച്ചത്. ശ്രീ എൻ ഷംസീർ, ഈ ചർച്ച അവസാനിപ്പിക്കാം. ഇത് പുറത്ത് മുഖ്യമന്ത്രിയുടെ നാടാണ്, CPM-ന്റെ ആധിപത്യമുള്ള സ്ഥലമാണ്. പുറത്ത് എന്തായാലും വലിയ ചർച്ചയാവും. ഏതെങ്കിലും തരത്തിൽ കൃത്യമായിട്ടുള്ള വിശദീകരണവുമായി എപ്പോഴാണ് പാർട്ടിക്ക് വരാനാവുക? ഇന്നതാണ് സംഭവിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ വ്യക്തമായി നമ്മുടെ നിലപാട് പറയും. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, സ്ത്രീകളായതുകൊണ്ട് അവർ ക്ഷമിച്ചു സഹിച്ചു എന്നുള്ളതാണ്. അവർ അടികൊണ്ട് അവിടെ നിന്നു. കാരണം സ്ത്രീത്വത്തെ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു എന്നുള്ളതുകൊണ്ട്. ഇവിടെ കോൺഗ്രസിന്റെ പി രാമകൃഷ്ണൻ പറഞ്ഞു CT സജിത്ത് കാരായി ചന്ദ്രശേഖരനെതിരെ മത്സരിച്ചുകൊണ്ട് ആക്രമിച്ചു എന്നാ. അങ്ങനെയെങ്കിൽ DCC സെക്രട്ടറി CT സജിത്ത് തൊട്ടപ്പുറത്ത് 1 കിലോമീറ്റർ അപ്പുറത്ത് താമസിക്കുന്ന DCC സെക്രട്ടറി, അതിന് തൊട്ടപ്പുറത്ത് രാധാകൃഷ്ണ മാഷുണ്ട്. അവരാരും ആക്രമിക്കപ്പെട്ടിട്ടില്ലല്ലോ. കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകർ നേരെ ഈ തലശ്ശേരി മേഖലയിൽ ഒരു സംഘർഷം ഇന്നേവരുണ്ടായിട്ടില്ലല്ലോ. അപ്പൊ ഒരു കാര്യം പറയുമ്പോൾ ടി രാമകൃഷ്ണൻ ഉൾപ്പെടെ പോലത്തെ വളരെ തലമുതിർന്ന നേതാവ്, ഒരുപക്ഷെ എന്റെ പ്രായത്തെക്കാൾ രാഷ്ട്രീയ അനുഭവ സമ്പത്തുള്ള ഒരാൾ. വളരെ നന്ദി ശ്രീ ഷംസീർ. സമയക്കുറവുകൊണ്ടാണ് ഞാൻ ഇടപെട്ടത്. വളരെ നന്ദി ശ്രീ ഷംസീർ, ശ്രീ പി രാമകൃഷ്ണൻ, ശ്രീ സണ്ണി കബിക്കാട് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. തലശ്ശേരിയിൽ 2 ദളിത് പെൺകുട്ടികൾക്കെതിരെ ഉണ്ടായിട്ടുള്ള പോലീസ് നടപടി, കോടതി നടപടി ആണ് ചർച്ചയാകുന്നത്. അക്കാര്യത്തിലാണ് വിശദീകരണവുമായി അതിഥികൾ എത്തിയത്. വളരെ നന്ദി അതിഥികൾക്ക്. ഇടവേളയിലേക്ക്.